സ്പെഷ്യൽ വെജിറ്റബിൾ മസാലയുടെ റെസിപ്പിയാണെന്ന് പറയാൻ പോണത്. കുക്കറിലാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ക്യൂബ് സൈസിൽ അരിഞ്ഞു വെച്ചതാണ്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് പച്ചപ്പട്ടാണി, ഒരു 2 സവാള, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു ലേശം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഉരുളക്കിഴങ്ങ് പറ്റാത്തവർക്ക്, ഗ്യാസ് ആവുന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്തത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ വരുത്തുക. ഇനി പറഞ്ഞില്ലേ, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഇതിലേക്ക്. കുറച്ച് ഒരു 2-3 സ്പൂൺ കടലമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കണം. അതാണ് സ്പെഷ്യൽ മസാല എന്ന് പറയാൻ കാരണം. ഒരു 3 വിസിൽ വന്നു. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കടലമാവ് ഒന്ന് കലക്കിയെടുക്കട്ടെ. കുക്കറിൻ്റെ ഗ്യാസൊക്കെ പോയ ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തുറന്നു. കഷ്ണങ്ങൾ നല്ലോണം ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ലോണം ഉടച്ചെടുക്കണ്ട, ചെറുതായിട്ട് കഷ്ണങ്ങൾ ഇരുന്നോട്ടെ. അതേപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചാൽ മതി. ഇനി തീ ഓൺ ചെയ്ത ശേഷം ഈ കടലമാവിൻ്റെ വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ടയാവും. ഇതൊന്ന് കൊഴുപ്പായിട്ട് വരാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, ഇത് 3 ചേർത്ത് കൊടുക്കാം. കടുക് ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. മസാലയൊക്കെ ഒഴിച്ച ശേഷം മേലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും തൂവി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, ഈസിയാണ്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ദോശ, പൂരി എല്ലാത്തിനും ചേരുന്നതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയേ ഉള്ളൂ. താങ്ക് യു.